ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹോക്രാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓസ്കാർ യൂസ്ഡ് കാർസിലെ യൂസ്ഡ് കാറിൻ്റെ വീഡിയോസുമായിട്ടാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം യൂസ്ഡ് കാർസ് എത്ര കാറുകൾ നമ്മുടെ അടുത്തുണ്ട്, എന്ത് റേഞ്ചാണ് എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാനായിട്ടാണ് ഞാൻ മേജർലി ഈ വ്ലോഗ് ഉപയോഗിക്കുന്നത് തന്നെ. എനിക്ക് ഓരോരോ കാറുകളുടെ ഇടുമ്പോൾ ഒരുപാട് വീഡിയോസ് വരും, ലെങ്ത് കൂടും. അപ്പോൾ അതിനാൽ ഞാൻ എല്ലാ കാറുകളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി പോകും. ഏത് മോഡലാണ്, എത്ര ഓണർഷിപ്പാണ്, എത്രയാണ് മേക്ക്, അതേപോലെ തന്നെ എത്രയാണ് അതിൻ്റെ പ്രൈസ് എന്നുള്ള കാര്യങ്ങൾ ഇത്രയും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകും. ഉള്ളടക്കത്തിൽ തന്നെ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാണുന്നവർക്ക് അതിൽ വ്യക്തി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യമേ പറയുന്നത്. അപ്പം ഇനി അധികം സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്കും കൂടി ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 28-ാം തീയതി നമ്മുടെ അടുത്തുള്ള വണ്ടികളാണ്. മേബാക്ക് ഉണ്ട്, അതേപോലെ മേബാക്ക് 2008 പെട്രോളാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 15.5 ലക്ഷമാണ്. അതേപോലെ തന്നെ അത് 4th ഓണർഷിപ്പാണ്. പിന്നെ വരുന്നതാണ് ഫോർഡ് എക്കോസ്പോർട്ട് നമുക്ക് 64,000 കിലോമീറ്റർ ഓടിയേക്കണം. സിംഗിൾ ഓണർ വണ്ടി, 2020 രജിസ്ട്രേഷനാണ്, 2020 മേക്കാണ്. അതേപോലെ തന്നെ ഹോണ്ട CR-V വരുന്നത് 2010 മോഡലാണ്, 485 പ്രൈസ് വരുന്നത്. അതുപോലെ എക്കോസ്പോർട്ടിൻ്റെ പ്രൈസ് വരുന്നത് 7.25. CR-Vയുടെ പ്രൈസ് വരുന്നത് 485, അത് 68,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്, ജെനുവിൻ കിലോമീറ്ററാണ്, സെക്കൻഡ് ഓണറാണ്. പിന്നെ വരുന്നതാണ് റെനോൾട്ടിൻ്റെ ക്യാപ്ചർ നമുക്ക് വരുന്ന പ്രൈസ് 690, അത് 71,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ഡീസലാണ്. അത്യാവശ്യം ഒരു 17-18 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഹോണ്ട അമേസ് 2023 വണ്ടിയാണ്. 2023 വണ്ടി 23,000 കിലോമീറ്റർ 46,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. നമുക്ക് പ്രൈസിങ് വരുന്നത് 8.5 ലക്ഷമാണ്. അതേപോലെ സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടി താല്പര്യപ്പെടുന്നവർക്ക് നോക്കാൻ പറ്റിയ വണ്ടിയാണ്. 2019 മോഡൽ സെലേറിയോ ZX AMT ആണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 455. ഞാൻ പറയുന്ന പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ വന്ന് നിങ്ങൾ കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി എന്താ പറയുക, ഡീൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഒരു നെഗോഷ്യബിൾ എന്നുള്ള രീതിക്ക് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഓരോ വണ്ടികൾക്കും വിലകൾ വരുന്നത്. പിന്നെ വരുന്നതാണ് ഇന്നോവ ക്രിസ്റ്റ 2016 മോഡൽ. ഈ 2016 മോഡൽ ക്രിസ്റ്റ സിംഗിൾ ഓണറാണ്, 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1490. അപ്പോൾ ഇതിന് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെഡ് ലാമ്പ് മാറിയേക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ വേറെ മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു സ്കൂട്ടറുകാരൻ കൊണ്ടുവന്ന് തട്ടിയതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൽ വന്നേക്കുന്ന ഒരു മേജർ ആക്സിഡൻറ്റ്. പിന്നെ വന്നേക്കുന്ന വണ്ടിയാണ് വാഗണർ 2024 മോഡലാണ്. ഈ 2024 മോഡൽ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വന്നേക്കുന്നത്, ഇത് AMT ആണ് കേട്ടോ വണ്ടി. ആസ്കിംഗ് പ്രൈസ് വന്നേക്കുന്നത് 690. ആവശ്യമുള്ളവർ വാഗണർ പുതുതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ വരുന്നതാണ് സ്വിഫ്റ്റിൻ്റെ ഡിസയർ. ഈ ഡിസയർ വരുന്നത് പെട്രോൾ വിത്ത് CNG ആണ്, 2018 മോഡലാണ്. 2018 മോഡൽ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല എന്താ പറയുക, ഓട്ടോമാറ്റിക് വണ്ടിയും കൂടിയാണ്. ഒരു 20-21 അടുത്ത് മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ടൊയോട്ടയുടെ ഗ്ലാൻസ് വരുന്നത് 2023 മേക്കും 2024 ഫെബ്രുവരി രജിസ്ട്രേഷനുമാണ്. 23,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 990. ആസ്കിംഗ് പ്രൈസാണ്. നമുക്ക് എന്താ പറയുക, വണ്ടി നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നെഗോഷ്യബിൾ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാവുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ വണ്ടികളിലോട്ട് പോവാം. പിന്നെ അടുത്തത് വരുന്നത് സ്വിഫ്റ്റ്. ഈ സ്വിഫ്റ്റ് വരുന്നത് 64,000 കിലോമീറ്ററാണ് റൈഡ് ചെയ്തേക്കുന്നത്, സിംഗിൾ ഓൺഡാണ്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 485 പ്രൈസിങ്, ആസ്കിംഗ് പ്രൈസ്. അതേപോലെ വരുന്നത് ഹോണ്ട അമേസ്. ഇത് സ്വിഫ്റ്റിൻ്റെ സിംഗിൾ ഓണറാണ്. ഹോണ്ട അമേസ് ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 വണ്ടിയാണ്. 340 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. ഇതൊരു ഫുൾ ഫിനാൻസ് വീഴാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ഫുൾ ഫിനാൻസ് കിട്ടാൻ താല്പര്യമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതുകൂടാതെ നിസാൻ സണ്ണി 2017 മോഡലാണ്. അത്യാവശ്യം ഇത് ഓടിയിട്ടുണ്ട്. ഒരു 69-79 ആ ഒരു ക്രൈറ്റീരിയയിൽ ഓടിയേക്കുന്ന വണ്ടിയാണ്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഓക്കെ. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഓട്ടോമാറ്റിക്കാണ്. പിന്നെ വരുന്നതാണ് ഇന്നോവ
ഇന്നോവ ഇത് 2013 വേർഷനാണ്. 1,24,000 കിലോമീറ്റർ ഓടിയേക്കാണ്. സിംഗിൾ ഓണർ വണ്ടി. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 10.5. പിന്നെ വരുന്നതാണ് ക്രെറ്റ വരുന്നത് 2017 മോഡൽ വണ്ടിയാണ്. 64,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പ്രൈസിങ് വരുന്നത് 3rd ഓണർഷിപ്പാണ്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 10.5 ആണ്. പിന്നെ നമുക്കൊരു മഹീന്ദ്രയുടെ XUV ഉണ്ട്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 6.25 ലക്ഷം രൂപയാണ്. 6.60, 6.25 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസിങ് പറഞ്ഞേക്കുന്നത്. നല്ല കണ്ടീഷൻ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. പിന്നെ ഫോർട്ട് ഫിഗോ ഉണ്ട്. ഈ ഫിഗോ വരുന്നത് 2010 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസിങ് പറഞ്ഞത് ഡീസൽ വണ്ടിയാണ്. 1.5 ലക്ഷം രൂപയാണ് പ്രൈസിങ് വരുന്നത്. ഒരു 81,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വരുന്നതാണ് സാൻഡ്രോ വരുന്നത് അത്യാവശ്യം എന്താ പറയുക നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നമുക്ക് 2010 മെയ്ക്കും 2011 രജിസ്ട്രേഷനാണ് വണ്ടി. 2011 മാർച്ച്. ഈ വണ്ടിക്ക് പ്രൈസിങ് വരുന്നത് 1.10 പ്രൈസിങ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഫോക്സ്വാഗൻ്റെ പോളോ വരുന്നുണ്ട്. ഈ പോളോ വരുന്നത് 2014 മോഡലാണ്. 2014 മോഡൽ 1.34 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വരുന്നത് 3rd ഓണർഷിപ്പാണ്. ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 3.90 പിന്നെ അതുകൂടാതെ വരുന്നതാണ് വെൻഡോ 2nd ഓണർഷിപ്പാണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7.50 ഓക്കെ. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, വണ്ടികളുടെ കേസ് കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ വണ്ടിക്ക് അവൈലബിൾ ആണ്. 2012 മേലെ 12 അതിന് മേലെയുള്ള വണ്ടികൾക്കെല്ലാം ഫിനാൻസ് അവൈലബിൾ ആണ്. 2012 വണ്ടികൾക്ക് 18 ടെന്യൂറോ അല്ലെങ്കിൽ 20 ടെന്യൂർ കിട്ടുക. ബാക്കി വണ്ടികൾക്ക് അത്യാവശ്യം അതിനും കൂടുതൽ കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ ഇനി ഏതെങ്കിലും വണ്ടികളുടെ ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്നോട് ചോദിച്ചാൽ മതി. കാരണം ഞാൻ ഇതൊരു സെയിലിന് വേണ്ടിയിട്ടും കൂടെ ചെയ്യുന്നതായതുകൊണ്ടിട്ട് എപ്പോഴും ഞാൻ വണ്ടികളുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് ഇട്ട് തരാം കേട്ടോ. ഓക്കെ. ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഓക്കറാസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.